ഇനിയിപ്പോ രക്ഷാപ്രവർത്തനത്തിന് അനുവദിക്കാത്ത അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സ്വമേധ തയ്യാറായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ആരും ഉത്തരവാദിത്തം ചോദിച്ചിട്ടല്ല പോകുന്നത്. ഞങ്ങള് ഇവരാരും നമുക്ക് പറയാനുള്ളത് അതായത് അവിടെ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ ഉറച്ചു പറയാണ്. ഞങ്ങൾക്ക് വേണ്ടത് 5 ദിവസം ഒരാഴ്ചത്തെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണി ഞങ്ങൾ മാക്സിമം അടിച്ചു ഓടിക്കാൻ ആരും വരരുത്. അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക. നമുക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം. അർജുൻ എന്ന ചെറുപ്പക്കാരനെ കാണാതായിട്ട് ഇന്നേക്ക് 41ാമത്തെ ദിവസമാണ്. നമ്മുടെ കൂടെ ഉള്ളത് കുറച്ച് ചെറുപ്പക്കാരാണ്, രക്ഷാപ്രവർത്തകരാണ്, സാധാരണക്കാരാണ്. അർജുനെ കാണാതായി എന്ന് വാർത്ത വന്ന ആ നിമിഷം തന്നെ കർണാടകയിലേക്ക് പോയി യാതൊരു തരത്തിലുള്ള പ്രതിഫലവും മോഹിക്കാതെ തങ്ങളുടെ കയ്യിലുള്ള പണം ചെലവാക്കി അർജുനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കർണാടകയിലേക്ക് പുറപ്പെട്ടിട്ടുള്ള ഒരു സംഘമാണ് നമ്മുടെ കൂടെ ഉള്ളത്. പ്രത്യേകിച്ച് രഞ്ജിത്ത് ഇസ്രായേലിന്റെ പേരാണ് അതിൽ കൂടുതലായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇവരൊക്കെ അദ്ദേഹത്തിന്റെ ടീമിന്റെ കൂടെ ഇതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ്. അതേസമയത്ത് അവർക്ക് ശരിയായിട്ടുള്ള രീതിയിൽ അവിടെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചോ എന്നൊക്കെയുള്ളതാണ് സംശയം. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ രഞ്ജിത്ത് ഇസ്രായേലിനെയും ഇതുപോലെ രക്ഷാപ്രവർത്തനം നടത്താൻ പോയ ആളുകളെയും ഒക്കെ ട്രോളുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ട്രോളാറുണ്ട്. പക്ഷേ ട്രോളുന്നത് ആരെയാണ്, എന്തിനു വേണ്ടിയാണ് എന്നുള്ള ബോധം അത്തരം ആളുകൾക്ക് ഉണ്ടാവണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ചോദിച്ചു തുടങ്ങാം. രഞ്ജിത്ത് ഭായ്, ശരിക്ക് എന്താണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനമൊക്കെ നിർത്തിവെച്ച അവസ്ഥയിലാണ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇന്ന് 40 ദിവസം തികയാണെന്ന്. അപ്പം ഒരുപാട് വിഷമതയുണ്ട്. കാരണം ഞാൻ 12-13 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. ഒന്നും ആകാതെ എത്താൻ പോകുന്ന ഒരു ദൗത്യം ഇതാണ്. അതിനേക്കാളേറെ ഒരു വിഷമമായ ദൗത്യമാണ് ഇത്. എന്നാ ഒരു ദേശീയ ദുരന്തം പോലത്തെ വലിയൊരു ദുരന്തം അല്ലെങ്കിലും അതിനോളം ഒരു ചെറിയൊരു നമ്മുടെ മുന്നൊരു വലിയ ഈ വയനാട് ഉണ്ടായ പോലെ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ പല ഉത്തരാഖണ്ഡ് ഉണ്ടായ പോലെ അത്ര വലിയ ഹെവിയുള്ള ദുരന്തമല്ല. പക്ഷെ നമുക്കൊരു കഷ്ടിച്ച് 1.5 ദിവസം മാത്രമേ പ്രവർത്തിക്കാൻ സാധിച്ചുള്ളൂ. അന്ന് കൂടെ ഉണ്ടാകുന്ന ഈ പ്രവർത്തകർ തന്നെയായിരുന്നു എല്ലാം. എന്റെ അവസാനം വന്ന മാൽപ്പ ടീം ഒരു മലയാളികൾ ഡൈവേഴ്സും ഉണ്ട്. നിങ്ങളെല്ലാവരും സാധാരണ ജോലികളൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന ആളുകളാണ്. എല്ലാവരും കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകളാണ്. ഇവർക്കാർക്കും ഇതിൽ നിന്ന് ഒരു രൂപ പോലും വരുമാനമില്ല. കയ്യിൽ നിന്നുള്ള പൈസ അങ്ങോട്ട് ചെലവാക്കിയിട്ടാണ് ഇവർ ഈ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി അങ്ങോട്ട് പോയത്. പക്ഷേ ഇനിയും ഒരുപാട് ആളുകളുണ്ട്, ഇനിയും വേറെയും ഒരുപാട് ആളുകളുണ്ട്. എല്ലാം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയിട്ട് നമ്മുടെ ഒരു കൂടപ്പിറപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ഇവർക്ക് അത് ചെയ്യാനുള്ള ഒരു അവസരം നിഷേധിക്കപ്പെട്ടു അല്ലേ? ഇപ്പോഴും നിങ്ങൾ പറയുന്നത് എന്താണ്? ഒരു 5 ദിവസം അറ്റ്ലീസ്റ്റ് ഒരാഴ്ച ഉണ്ടെങ്കിലും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി, അതായത് നമ്മളെ സർക്കാർ തലത്തിലുള്ള പിന്തുണയും ഗവൺമെന്റ് തലത്തിലുള്ള പിന്തുണയും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ നമ്മളോട് കാണാൻ 100% നമ്മൾ സെർച്ച് ചെയ്യാം. അതായത് ഇതൊക്കെ ലാൻഡിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും ഒക്കെ സെർച്ച് ചെയ്യേണ്ടതല്ലേ. ദുരന്ത മേഖലയിൽ പിന്നെ A to Z സെർച്ച് ചെയ്യണം. അതിൽ തന്നെ പൂർണ്ണമായിട്ടും അത് കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ചെല്ലുന്ന ഒരു കാഴ്ചപ്പാടാവില്ല 2ാം ദിവസം വരുന്ന ആളുകൾക്ക്, 2ാം ദിവസം വരുന്ന ആളുകൾ കാഴ്ചപ്പാടാവില്ല 3ാം ദിവസം വരുന്ന ആളുകൾക്ക്. ഓരോ ദിവസം മാറിക്കൊടുക്കും. കാരണം ആ മുകളത്തെ മണ്ണ് മാറി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല എന്ന് പറയാൻ 2ാമതൊന്നും കഴിയും. 3ാമത്തെ ദിവസം വരുന്നവനെ അത്രയും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെള്ളത്തിലാണെന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് എത്തിക്കാനും കഴിയും. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സർക്കാരും ഗവൺമെന്റും സംവിധാനം മൊത്തത്തിൽ ഇത് വെള്ളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടി നിൽക്കുമ്പോൾ ഒന്ന് മണ്ണിട്ട് മൂടിയൊരു സംഗതി മലയാളികൾ പുറത്തെടുത്തു, അല്ലെങ്കിൽ മാന്തി എന്ന് പറയാം, പുറത്തെടുത്തു എന്ന് പറയുന്നില്ല. മണ്ണിട്ട് മൂടിയൊരു സംഗതി മലയാളികൾ ചെന്നിട്ട് ഒന്ന് മാന്തി. ആ മാന്തിയത് തടയിടാൻ ഏതെല്ലാം രീതിയിൽ പറ്റുമോ ആ സർക്കാർ തലത്തിൽ, ഉദ്യോഗസ്ഥ തലത്തിൽ, സർക്കാർ തലത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ചിത്രീകരിക്കേണ്ട, അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ അത്രത്തോളം ഹരാസ്മെന്റ് ഏത് രീതിയിലൊക്കെ ഞങ്ങളെ ഹരാസ് ചെയ്യുക അല്ലെങ്കിൽ അവിടുന്ന് പുറത്താക്കുക എന്നുള്ള രീതിയിലാണ് അവർ റിസർച്ച് ചെയ്തുകൊണ്ട് കയ്യേറ്റം നടത്താനുള്ള കയ്യേറ്റങ്ങൾ ഒരുപാട് തവണ, അതായത് വീഡിയോ കിട്ടിയത് പോലും 1-2 പ്രാവശ്യം ഉണ്ടാവും. അതിലൊക്കെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ലാത്തിചാർജ് 1/2 മണിക്കൂറിൽ ലാത്തിചാർജ് വർത്തണം എന്നൊക്കെ പറയുമ്പോൾ ഒന്നും വേണ്ട. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു, ഇത്തരം ആക്സിഡന്റ് അല്ലെങ്കിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ നടക്കുന്നത് 144 പ്രഖ്യാപിക്കേണ്ട ഏതെങ്കിലും ഒരു സംസ്ഥാനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടോ? നാഷണൽ ഹൈവേയിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നിട്ട് അതിലും സ്വമേധമായി ഇപ്പൊ ഈ കണ്ട ആക്സിഡന്റുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോ വയനാട് ഇതിൽ പോയി, ഇവരൊക്കെ ഉത്തരാഖണ്ഡിൽ മറ്റുള്ള ഒരുപാട് ആക്സിഡന്റ് ഇത്തരം പിന്നെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മൾ കണ്ട്. ഇതിന്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ 100-ൽ ഒരു അംശം പോലെ ഒരു 10% പോലും ഇവിടെ മണ്ണിടിഞ്ഞിട്ടില്ല. അതെ, അതായത് 2 ദിവസം കൊണ്ട് മണ്ണ് മാറ്റി കഴിയുക, 3ാം ദിവസം പൂർണ്ണമായിട്ടും പുഴ സെർച്ച് ചെയ്യുക. ഇത്രയും ഈസി ആയിട്ടുള്ള സംഗതി ഇത്തരം ദുരൂഹതയിലേക്ക്, ഇത്തരം സംശയങ്ങളിലേക്ക് കൊണ്ടുപോയത് ആരാ? എന്തായിരുന്നു ഇതിന് ഇവർക്കുള്ള ചേതോവികാരം? ഒരു ബ്ലാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിറ്റേ ദിവസം 2ാം ദിവസം കഴിഞ്ഞ് 3ാം ദിവസം പ്രവേശനമില്ല, 1.25 ദിവസം കഴിഞ്ഞ കൂടി ബ്ലാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പ അദ്ദേഹം യൂട്യൂബ് കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അന്ന് തന്നെ അദ്ദേഹം പുറത്താക്കപ്പെട്ടു. അവർ പറഞ്ഞ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് അപ്പുറത്തേക്ക് ഞങ്ങൾക്കോ തുടക്കം, അതായത് ഇപ്പൊ രഞ്ജിത്ത് സാർ പറയുന്ന സമയത്തേക്ക് എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് സാർ അവിടെ 1 വേ ആണ് ഇപ്പോഴും ക്ലിയർ ആക്കിയിട്ടുള്ളൂ. ഞാനത് ഓട്ടോമാറ്റിക് പറയാട്ടോ, 100%, 90% മണ്ണ് മാറ്റി എന്ന് പറഞ്ഞിടത്തൊക്കെ അവിടെ ഒരു കണ്ടെയ്നർ വലുപ്പത്തിൽ കിടക്കുന്ന പാറകളൊക്കെ ഇപ്പോഴും അങ്ങേ സൈഡിൽ കിടക്കുകയാണ്. അവിടെ ബാരിക്കേഡ് മറ്റുള്ള ഈ സിമെന്റിന്റെ ഒക്കെ പാടെ കൊണ്ടു വെച്ചിട്ടാണ് മണ്ണിടിച്ചിൽ ബ്ലോക്ക് ചെയ്ത് ഒന്ന്. രണ്ടാമത് ഇങ്ങേ സൈഡിൽ ഇവർ മണ്ണിട്ട് ഈ 4 ദിവസത്തെ പണി പുറത്തേക്ക് മണ്ണിടുക എന്നുള്ളതാണ്. ലക്ഷ്മൺ നായിക്കിന്റെ കടയും അവിടെ ഒരു വീടും ഈ വണ്ടി പോയി എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. ഇവിടെ സിഗ്നലും ക്യാമറയും ബാരിക്കേഡും ഒക്കെ വെച്ച് സെറ്റാക്കി കഴിഞ്ഞു ഓൾറെഡി.
അതായത് 6 ദിവസം കൊണ്ട് ഞങ്ങളോട് പറഞ്ഞ 6-7 ദിവസം കൊണ്ട് ഒരു ബുധനാഴ്ച ആയിരുന്നു ഞങ്ങളോട് പറഞ്ഞു ഇന്ന ദിവസം ഹൈവേ ഓപ്പൺ ആക്കും എന്നുള്ള വെല്ലുവിളികൾ ഞങ്ങളോട് നടത്തിയതാണ് സ്റ്റാർട്ടിങ്ങിൽ. ആ റോഡ് ഇപ്പോഴും ഞങ്ങളോട് കൂടി അവരിടിച്ചു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ശരിക്കും നിങ്ങളോടൊക്കെ ഒരു കുറ്റവാളികളോട് പെരുമാറുന്ന ഇതിന്റെ അപ്പുറമുള്ള പെരുമാറ്റമാണ് ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ സമയത്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. കാരണം കേരളം എന്ന് പറഞ്ഞിട്ടുള്ള സംസ്ഥാനം വിട്ടു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനമാണ് അവിടെ ഏറ്റവും വലിയ കുറ്റകൃത്യം. അതായത് നമ്മളെ കഫീൽ ഖാന്റെ കേസൊക്കെ ആ ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം ആ കുട്ടികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഇപ്പോഴും സർക്കാർ അയാൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ കുട്ടികൾ മരണത്തിനിടയാക്കിയിട്ടുള്ള ഹോസ്പിറ്റൽ അധികൃതർ അതുപോലെ തന്നെ അതിന്റെ സർക്കാർ ഉദ്യോഗസ്ഥർ ഇവർക്ക് ആർക്കെതിരെ ഒരു നടപടിയില്ല. പക്ഷെ കുട്ടികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഒരാൾ ഇപ്പോഴും സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട് നിയമ നടപടികൾ നിരന്തരമായിട്ട് കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോ ഞാനൊരു സംഗതി കൂടി പറയട്ടെ. ഇപ്പൊ വയനാട് ദുരന്തത്തിൽ അവിടെ പോയാണ് രക്ഷാപ്രവർത്തനം നടത്തിയ സമയത്ത് ഞാൻ അന്ന് പോയത് ഫസ്റ്റിൽ ഈ പൊട്ട് കേട്ട് ഞാൻ 12 മണിക്ക് പോസ്റ്റ് ഇട്ട് ഇങ്ങനെ മേപ്പാടി പിന്നെ ഈ ഭാഗത്ത് പിന്നെ ഉരുൾപൊട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ വന്ന് ചെറിയൊരു പൊട്ടിയെന്ന് പറഞ്ഞ് ഞാൻ ഫസ്റ്റിൽ സ്റ്റാറ്റസ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അന്ന് പുലച്ചർക്ക് ഞാൻ പോയിട്ടുണ്ട്. ഞാനും എന്റെ കൂടെ ഒരാളും ബാക്കി ഞങ്ങളെ സംഘടന ആരും കാത്തു നിന്നിട്ടില്ല. ഞാൻ പോയി അവിടെ പോയി അത് കഴിഞ്ഞ് എന്താ വെച്ചാല് നമ്മളെ ഫെസിലിറ്റീസ് ഒക്കെ അന്ന് വന്നില്ല പിറ്റേന്നൊക്കെ ആയിട്ടാണ് വന്നത്. എങ്കിലും അത്രയും ഫാസ്റ്റാണ്. അതായത് നമ്മളെ ഈ സംഘടനകളിൽ ഒരു സർക്കാർ പിന്നെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അനുമതി കാത്തു നിന്നിട്ടില്ല. എല്ലാവരും പോയിക്കണം. ഇപ്പോഴും ഈ ചെറുപ്പക്കാർ പറയുന്നത് ഇവർ ഓരോരുത്തരും പറയുന്നത് 5 ദിവസം ഇവർക്ക് കൊടുക്കാനാ, ഇവർക്ക് വേറെ ഒന്നും കൊടുക്കണ്ട. അതായത് ഞങ്ങൾ എടുക്കും എന്നുള്ള 100% ഒരു വെല്ലുവിളി ഒന്നുള്ളത്. അതായത് ഞങ്ങൾക്ക് പൂർണ്ണ പരിശോധനക്കുള്ള നമുക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടും. അർജന്റ് വിഷയത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ ഞങ്ങൾക്ക് ഒരു 5 ദിവസം ഞങ്ങൾ അത്രേ ചോദിക്കുന്നുള്ളൂ. അത് പൂർണ്ണ അതായത് ഗവൺമെന്റ് സംവിധാനം ഉപയോഗിച്ച് യാതൊരു വിധത്തിലും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഞങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തരുത്. അതേപോലെ ഞങ്ങൾക്ക് ഒരു അനുവാദം, അതാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. നമുക്ക് ചിന്തിച്ചറിയാം, ഞാൻ ഉത്തരാഖണ്ഡിലെ DKD പർവ്വതത്തിൽ 35 കിലോമീറ്റർ ഉള്ളിലാണ് അതിലുള്ളത്. അതേപോലത്തെ ഒരു അവസ്ഥയൊന്നുമല്ല ഇത്. നാഷണൽ ഹൈവേ കന്യാകുമാരി മുംബൈ നാഷണൽ ഹൈവേ 66 ഇത് സംഭവിച്ചിരിക്കുന്നത്. ഏത് മിഷനറി വേണമെങ്കിൽ എത്തിക്കാവുന്ന ഒരു സംവിധാനമാണ്. എന്നിട്ട് പോലും നമ്മൾ പറഞ്ഞു അവർക്ക് 1 കോടി രൂപയുടെ ഉപകരണം അവിടേക്ക് എത്തിച്ചു തരാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞു. ഇവിടെ മെഷീനറീസ് ഉണ്ട്, ഒരു പൈസ മുടക്കാതെ മൂപ്പരോട് എത്തിച്ചു തരാൻ റെഡിയാണ്. അതായത് ഇതിനുള്ള എന്നിട്ട് ഇതിനൊരു അനുമതി കിട്ടുന്നില്ല. അവർക്കും ആർക്കാന്നറിയില്ല. ഒരുപാട് മറച്ചു പിടിക്കാണ്ടാവും. ഫസ്റ്റ് മുതലേ നമ്മൾ പറയുന്നത് മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുക. അതിനുള്ള ഒരു ഉത്തമ തെളിവ് തന്നിട്ടെ. ഇന്നത്തേക്ക് 41 ദിവസമായി. ഇന്നത്തെ വിഷ്വലുകൾ എടുത്തു നോക്കിട്ടോ, അതിൽ നോക്കി കാണാം റോഡ് ക്ലിയർ ആണ്. രണ്ടാമത്തത് ആ മതിൽ ഇടിഞ്ഞു വീണ ഭാഗത്ത് ഈ കോൺക്രീറ്റ് സ്ലാബുകൾ വെച്ചിട്ട് ഇനി ഇങ്ങോട്ട് മണ്ണ് വരാത്ത രീതിയിലൊക്കെ ആക്കി ഡിവൈഡറുകൾ സ്ഥാപിച്ച് പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി, ക്യാമറ സ്ഥാപിച്ച്, സിഗ്നൽ സ്ഥാപിച്ച്. ഇന്നത്തെ വിഷയങ്ങൾ എടുത്ത് നോക്കി. ഇന്നലെ ആയിട്ട് അതായത് 41 ദിവസം കൊണ്ട് അവർ പൂർണ്ണമായിട്ടും ഇനി നമുക്ക് ഒരു JCBയോ ഇറ്റാച്ചിയോ കൊണ്ടുപോയിട്ട് അവിടെ മാന്തണം എന്നുണ്ടെങ്കിൽ പോസ്റ്റ് പോകുന്നുണ്ട്. പോസ്റ്റ് ഒഴിവാക്കണം, ഡിവൈഡർ ഒഴിവാക്കണം. അത് പൂർണ്ണമായിട്ടും മണ്ണിട്ട് മൂടി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. അതായത് അവിടെയൊക്കെ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റം. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രത്തോളം ആദ്യമായി ശ്രദ്ധ കിട്ടിയിട്ടും ഇത്രത്തോളം രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ടും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടേക്കുള്ള സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ചെറിയൊരു അഭിപ്രായം കൂടി പറഞ്ഞോട്ടെ. അതായത് ഈ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് ഈ ലാത്തി ചാർജ് പോലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക ഈ ഉദ്യോഗസ്ഥൻ വന്നിട്ട് പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ ഹരാസ് ചെയ്തതും അടിപിടി അല്ലാത്ത രീതിയിലൊക്കെ നടന്നിട്ടുണ്ട്. ആ സമയത്തും ഈ അരമണിക്കൂറോട് ലാത്തി ചാർജ് നടത്തും എന്നുള്ളത് പറഞ്ഞിട്ടും പോലും അവിടുന്ന് ഒരാൾ അനങ്ങിയിട്ടില്ല. അതായത് ഞാനടക്കം പറഞ്ഞാൽ എന്താ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താൽ ആ കൂട്ടത്തിൽ ഞങ്ങളെയും കൂടി കൊണ്ടാണ് കൊണ്ടിട്ട് മൂടി കളി. അതായത് അതെന്താണ്, ഈ അർജുനെ ഞങ്ങൾ ആരുമായിട്ടല്ല. പക്ഷെ ഈ ഒരു മലയാളി പോലെ ഇനി ഒരു ഇതിൽ ചിലപ്പം അർജുന നമുക്ക് കിട്ടട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. കിട്ടാൻ വേണ്ടി പരമാവധി ഇനി കിട്ടിയില്ല എന്ന് കൂടി ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൂടി ഒരു മലയാളി പോലും ഒരു ആക്സിഡന്റിലും ഇത്തരം ഒരു പ്രകൃതി ദുരന്തം കുടുങ്ങിയാൽ അന്യ സംസ്ഥാനങ്ങളിൽ പോലും ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടാവാൻ പാടില്ല. ഇതൊരു ചോദ്യം തന്നെ ആയി മാറണം. അതായത് ഇത്തരം ഒരു വിഷയങ്ങൾ വന്നു ഇതിൽ ഇനി നമ്മളിത് മറ്റുള്ളവരെ അറിയാതെ മണ്ണിട്ട് മൂടി കഴിഞ്ഞാൽ ഇത് മാന്തിക്കും എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. ആ ഒരു പേടി പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന് വരണം ഇവിടെ. രണ്ടാമത് ഇത് ഇപ്പൊ ഇങ്ങനെ ഈ മണ്ണിട്ട് മൂടി അവരെ കാര്യം കഴിച്ച് അവർ പോയിച്ചു പോയി. ഈ രക്ഷാപ്രവർത്തനത്തിന് വന്നവരൊന്നും ഇവരോട് ആരോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. എല്ലാം ഫുൾ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ അവനാന്റെ രക്ഷാപ്രവർത്തനത്തിന് അനുവദിക്കാതെ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സ്വമേധ തയ്യാറായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ആരും ഉത്തരവാദിത്തം ചോദിച്ചിട്ടല്ല പോകുന്നത്. ഞങ്ങള് ഇവരാരും നമുക്ക് പറയാനുള്ളത് അതായത് അവിടെ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് വീണ്ടും ഞങ്ങൾ ഉറച്ചു പറയാണ്. കാരണം ഇത് തയ്യാറായിട്ട് ഇതേപോലത്തെ ഒരു പ്രദേശത്ത് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ ഞങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വരുന്ന ഭവിഷ്യത്തുകൾ ഏറ്റെടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഇതിന്റെ അതൊന്ന്. രണ്ടാമത് ഇപ്പൊ നമ്മളെ ഇതിൽ എല്ലാത്തിലും നമ്മളെ മലയാളികളെ സെറ്റപ്പ് ചെയ്യാറ് ഒരു വിഷയം കൊണ്ടുവന്നാണ്ട് ഒരു 2-3 ദിവസം ഏറിപ്പോയാൽ 5 ദിവസം കഴിയുമ്പോൾ ചെറിയൊരു രാഷ്ട്രീയത്തിന്റെ നെഞ്ഞുതീ കൊണ്ടിട്ടാണ് ഒറ്റിക്കും. രാഷ്ട്രീയം കലർത്തും. ഈ വിഷയത്തിലും രാഷ്ട്രീയം കലർത്തി അന്നാണ് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ചേരിയായത്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ?
അതിന്റെ തെളിവ് ഞാൻ തരാം. കാരണം എനിക്ക് രാഷ്ട്രീയമുണ്ട്, ഇവർക്ക് രാഷ്ട്രീയമുണ്ട്, ഇവർക്ക് ഒക്കെ വിഭിന്നമായിട്ടുള്ള രാഷ്ട്രീയം ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം അതല്ല ഞാൻ പറഞ്ഞത് അറിയാം, മനുഷ്യത്വം എന്നുള്ളത് ഞങ്ങൾ എന്തിനാ അവിടെ പോയി എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ഈ വയനാടത്തെ നേരത്തെ വിഷയം പറഞ്ഞപ്പോ ഞങ്ങളെ കൂടെ ഉണ്ടായി പിന്നെ മുക്കത്തുള്ള അഷ്റഫ് ഖാനല്ല മൂപ്പര് പേര്, അഷ്റഫ് ഖാൻ ഇവിടെ വന്ന ആളാണ്, മുങ്ങൽ വിദഗ്ധനാണ്, സ്കൂബ ഡൈവേഴ്സ് ആണ്. മൂപ്പര് അന്ന് സങ്കടപ്പെട്ടാണ്ട് കഴിഞ്ഞ് വയനാട് റെസ്ക്യൂ കഴിഞ്ഞ് വന്നിട്ട് സങ്കടപ്പെട്ട് പറഞ്ഞൊരു സംഗതി ഉണ്ട്. എന്താ പറയുക, ആ നാട്ടിലത്തെ ഒരാള് വേറൊരാളോട് പറയാണ് ഇവർക്കൊക്കെ പോണേന് അവിടെ ഫെസിലിറ്റീസ് ഉണ്ട്, അവിടെ വീടുകളിൽ നിന്ന് സ്വർണ്ണം പോയിന്, പൈസ പോയിന്, ഇതൊക്കെ എടുക്കുകയാണ്. ഇവരൊക്കെ മെന്റാലിറ്റി എന്താണെന്നുള്ളത് ഞാൻ പച്ചക്ക് പറയുകയാണെങ്കിൽ ഇച്ചിരി തീട്ടം വാരി തന്നൂടെ ചോദിക്കാം. അങ്ങനെ തന്നെ ചോദിക്കണത്. അതെന്താ അറിയോ, മൂപ്പര് അതിന് കൊടുത്തൊരു മറുപടിയും കൂടി എനിക്ക് കിട്ടും. ഞാൻ പറഞ്ഞു അഷ്റഫ് ഖാൻ സങ്കടപ്പെടില്ല, അതിന്റെ മറുപടി ബഷീർ ഖാൻ അതിന്റെ മറുപടിയും കൂടി വിട്ടൊന്ന് നിൽക്കുന്നു വിട്ടു കേൾക്കാനാണ്. അപ്പൊ ആ ആൾക്കല്ല വേറൊരാൾക്കാണ്. എവിടെ ആരെ കുറ്റം പറയണം, എന്ത് പറയണത്? ഞാൻ ശരിക്കും ഈ ഒരു തെരച്ചിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രഞ്ജിത്തിനെ ട്രോൾ ചെയ്യുന്ന കണ്ട സമയത്ത് ഞാൻ വിചാരിച്ച ആൾക്കാർക്ക് ഇത് എന്തിന്റെ കേടാ. അതെ, ഒന്ന് എന്തിനാണ് ട്രോൾ ചെയ്യലുണ്ട്, എന്തിനാണ് എനിക്ക് കുറെ തെറിയും കേൾക്കുന്നത്. അതൊന്നും വിഷയമല്ല. വിഷയത്തിൽ അത് പറയാനുള്ള അടിസ്ഥാനം എന്താണ്? എന്തോ പറഞ്ഞോട്ടെ, പക്ഷെ നമ്മളെ ചോദ്യം ഇപ്പോൾ അതിനുള്ളൂ, ആരെങ്കിലും എടുത്തോട്ടെ. ഞങ്ങൾക്ക് അർജുന ഇവിടെ അതിന്റെ ഉത്തരം മാത്രം തന്നാൽ മതി. ആരെടുത്തു, ആര് പോയി, ആര് അവിടെ പെർഫോമൻസ് ചെയ്തൊന്നുമില്ല. ഞങ്ങൾക്ക് പിന്നെ അവിടെ കിടന്ന് ഈ ബോട്ടിൽ കിടന്നാണ്ട് ഡിങ്കിയിൽ കിടന്നാണ്ട് ഫോട്ടോഷൂട്ട് നടത്തുന്ന ആളുകളെ വീഡിയോ എല്ലാം കണ്ടി, ഇത്ര റീൽസ് എല്ലാം കണ്ടി. അവിടെ അർജുന ഇവിടെ. അതിനൊരു ഉത്തരം. ഇതിന്റെ ആകെ തുക ഒന്നേ ഉള്ളൂ, ആരെടുത്തു, ആര് സെർച്ച് ചെയ്തു, എന്ത് ഫെസിലിറ്റീസ് യൂസ് ചെയ്തു എന്നുള്ള ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങൾക്ക് അതിൽ കാര്യമില്ല. ഞങ്ങൾക്ക് ഒരൊറ്റ ചോദ്യം ബാക്കിയുള്ളൂ, അർജുന എവിടെ? അർജുന എവിടെ? അർജുന എടുക്കാനുള്ള എന്ത് ഫെസിലിറ്റീസ് ഞങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ളത്, അതിന് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്തു തരാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ പറയാം. അതായത് രാഷ്ട്രീയപരമായിട്ടോ ഏത് രീതി സ്വാതന്ത്ര്യത്തോടെ പണിയെടുക്കാൻ സമ്മതിക്കുക. ഞങ്ങൾക്ക് വേണ്ടത് 5 ദിവസം ഒരാഴ്ചത്തെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണി ഞങ്ങൾ മാക്സിമം അടിച്ചു പിടിക്കാൻ ആരും വരരുത്. അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക. നമുക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം അത് 100% എടുത്തു കൊണ്ടുവരും എന്നുള്ള വെല്ലുവിളി പ്രഖ്യാപനമൊന്നും ഇല്ലാട്ടോ. അതായത് ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ 100ക്ക് 110% ഞങ്ങൾ അത് സെർച്ച് ചെയ്യും. ഞങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഇതിന്റെ ഒരു ഫൈനലൈസ് ചെയ്ത് ഒരു തീരുമാനത്തേക്ക് ഞങ്ങൾ ആക്കി തരും.